ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ ലഗ്നക്കാരും അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയെങ്കിലും കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ചിങ്ങരാശി അഥവാ ചിങ്ങൽ ലഗ്നക്കാർക്കും കാണാവുന്നതാണ്. ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ ചിങ്ങരാശിക്കാർക്ക് നമ്മുടെ ഈ ശനി വക്രത്തിൽ വരുമ്പോൾ എന്താണ് ഫലം? നമുക്ക് ജൂലൈ 13 ശനി വക്രം തുടങ്ങും അല്ലെ. അത് കഴിഞ്ഞ് നവംബർ 27 നമുക്ക് എന്താണ് നവംബർ 27 വരെ, അതായത് 137 ദിവസം, അതല്ലെങ്കിൽ 4.5 മാസം കാലത്തോളം നീണ്ടു നിൽക്കുന്നൊരു ഫലമാണ് നമുക്കെല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്കെന്ന് പറയുമ്പോൾ ശനി ആരായിരുന്നു? അഷ്ടമ സ്ഥാനത്തിലേക്കായിരുന്നു ശനി വന്നിരുന്നത് അല്ലേ. അഷ്ടമ ശനിയുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സങ്കടങ്ങൾ, വിഷമങ്ങൾ, സ്ട്രെസ്, നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ, മൊത്തത്തിൽ ദേഷ്യവർദ്ധനവ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ നടന്നു പോകുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 11 വ്യാഴമാണ് നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാനുണ്ടായിരുന്നത് അല്ലേ. വ്യാഴത്തിൽ സപ്പോർട്ടാണ്. അപ്പം ഇനിയിപ്പം ശനി വക്രത്തിൽ വരുമ്പം അത് ഏഴിലേക്ക് കണ്ടകശനിയാണോ, അഷ്ടമശനി മാറി കണ്ടകശനിയിലോട്ട് പോവുകയാണോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തവണ എന്താണ്, ശനി മീനത്തിൽ തന്നെയാണ് നിൽക്കുക, കുംഭരാശിയിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു വക്രഗതിയിൽ നമുക്ക് എന്താണ് ഫലം? നമുക്ക് നല്ല ഫലമാണോ ചീത്ത ഫലമാണോ? നമുക്ക് ആരാണ് ശനി എന്ന് പറയുന്നത്? ശനി എന്ന് പറയുന്നത് നമുക്ക് 6-7 ഭാവാധിപനാണ് അല്ലേ. 6-7 ഭാവാധിപനാണ് ശനി. ആ ശനിയാണ് ഇപ്പം അഷ്ടമത്തിൽ നിൽക്കുക ആണല്ലോ. നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, നമുക്ക് അപകീർത്തികൾ, നമ്മുടെ പേര് പലയിടത്തും മോശപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെടുക, അല്ലെങ്കിൽ നമുക്കൊരു പരിഹാസ പാത്രമായി മാറുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പയ്യെ കടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാനസിക പിരിമുറുക്കങ്ങൾ, കടങ്ങൾ കൂടുക, രോഗദുരിതങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയായിരുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലി. പക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു ശനിയുടെ വക്ര സമയം വരുമ്പോൾ നമുക്ക് ഈ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറഞ്ഞ് നമുക്കൊന്ന് പയ്യെ കുറയുന്ന സാഹചര്യം, രോഗദുരിതങ്ങളിൽ നിന്നൊരു മുക്തി, അല്ലെങ്കിൽ രോഗങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക, നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാകുക, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുറേ കുഴപ്പങ്ങൾ മാറിക്കിട്ടുക അല്ലെങ്കിൽ കുറയുക, അതുപോലെ തന്നെ മനസ്സിലായാലൊരു നമുക്ക് മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ പയ്യെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ശനി ഒരു വക്രഗതിയിൽ അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളാണ് നൽകുക. ശരിക്കും പാർട്ണർഷിപ്പിൻ്റെ ഇടയിലായാലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായാലും പാർട്ണർഷിപ്പിലൊക്കെ ആയാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു കാര്യങ്ങൾ ചെയ്തതിൽ മിസ്റ്റേക്കുകളൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം. അപ്പോൾ ഈ ശനിയുടെ ഒരു വക്രഗതി എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഒരു ഗുണഫലത്തെ അല്ലെങ്കിൽ നമുക്കൊരു അനുകൂല അവസ്ഥയെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞു വരിക, ശത്രുക്കൾ നിമിത്തം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, അതൊക്കെ ഒന്ന് കുറയുക. അതുപോലെ തന്നെ നമുക്ക് കടബാധകൾ കയറി നിന്ന് അതിൻ്റെ ടെൻഷൻസ്, അതിൻ്റെ ഭയങ്കരമായ പിരിമുറുക്കങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുക, അതിൻ്റെ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിച്ച് ധൈര്യത്തോടെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ നമുക്കൊരു കലക്കവെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ എന്തൊരു അൺകെയർ അല്ലെങ്കിൽ ബെററായിട്ടൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ആ മൈൻഡ് സെറ്റിൽ നമുക്കൊരു കാലിറ്റി, നമ്മുടെ മൈൻഡിനൊരു കാലിറ്റി കിട്ടുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഈ ശനി വക്രത്തിൽ വരുന്നതിലൂടെ നമുക്ക് കിട്ടുക എന്ന് പറയാം. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ വരുത്തിയ മിസ്റ്റേക്കുകൾ, നമുക്ക് എവിടെയൊക്കെയാണോ മിസ്റ്റേക്ക് പറ്റിയത് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ടൈമുകൾ വരുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോഴേ നമുക്ക് ആ മാറ്റം കൊണ്ടോ ആ ഒരു ട്രാൻസിറ്റ് കൊണ്ടോ നമുക്കൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതൊരു ടൈം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോവാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെക്കുറിച്ച് പറയാതെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം വിലയിരുത്തുക.
സ്വയം വിലയിരുത്തിയെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായ നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുന്നില്ല. നിങ്ങൾ സ്വയം വിലയിരുത്തി നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രാക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്മൂത്ത് ആവും, കുറച്ചുകൂടി ജേണി നമുക്ക് ഹാപ്പി ആവും. കാരണം നമുക്ക് ഈ വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് 11 നിൽക്കുന്നുണ്ട്. ശനി അഷ്ടമശനിയാണ്, എന്നാൽ നമുക്കിപ്പോൾ ശനി വക്രത്തിലാണ് വന്നേക്കണേ. സോ നമുക്ക് ഈ ഒരു വക്ര ശനി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല നല്ല മാറ്റങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കുക, നമുക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ കുറച്ചെടുക്കുക, ഇതിനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തന്നെ മുമ്പോട്ട് നീങ്ങുക കേട്ടോ. പിന്നെ നമ്മുടെ ജാതകത്തിൽ നമുക്ക് ശനി ഭയങ്കര വീക്കൊക്കെ ആണെങ്കിലാണ് പിന്നെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരിക. അതല്ല നമുക്ക് ശനി ജാതകത്തെ അടിപൊളിയൊക്കെ ആയെങ്കിൽ നമുക്ക് എന്താണ് അത്യാവശ്യം എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു. ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിന്റെ ആയാലും നിങ്ങൾ രാശിഫലം കേട്ടു. രാശിഫലം മാത്രം കാണാതെ ലഗ്നഫലം കൂടെ എടുത്താണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മേടരാശിയിലാണ്, അവരുടെ ലഗ്നം എന്ന് പറയുന്ന മിഥുനമാണ്, അല്ലെ കർക്കിടകമാണ്, അല്ലെ മീനമാണ്, എന്തായാലും ആ ഫലവും കൂടെ എടുത്താണ്. ഇതിപ്പോ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവരൊരു വീഡിയോ ഉണ്ടാവുന്ന, അല്ലാത്തവർ എന്ത് ചെയ്യുക 2 വീഡിയോ കാണുക കേട്ടോ ഓരോരുത്തർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി പറയാൻ, ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് മനസ്സിന്റെ കാര്യത്തൊക്കെയാണ്. സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ, അപ്പൊ ഇത് രണ്ടോട് കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നം ഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കണക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജാതകത്തിൽ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ, ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത്. അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാളെങ്കിൽ, പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്ത് ചെയ്യില്ല, അത്ര ഏക്കില്ല. ഓക്കെ, നമ്മുടെ ജാതകം പവർഫുൾ ആണ്, ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ്, ഇപ്പൊ നമുക്ക് നടക്കുന്ന അപഹാരം നല്ലതാണ്, ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് അടുക്കുള്ളൂ. സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. സോ ഗോചാരം മോശം സമയമാണ്, ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട. ജാതകത്തിൽ മോശമാണ്, ഗോചരാലും മോശമാണെങ്കിലാണ് നമുക്ക് പേടിക്കേണ്ടത് കേട്ടോ. ഇതിന് പേടിക്കേണ്ടത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിലല്ലാതെ നിൽക്കുന്നവർക്ക്, ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല, അല്ലെങ്കിൽ ഒരു ശുഭനം ചേർന്നല്ല നിൽക്കുന്നത്, അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിൽക്കുന്നത്, 8ലാണ് നിൽക്കണമെങ്കിൽ ഈ 8 നിൽക്കുന്ന എല്ലാവർക്കും 8 നിന്നോടത്ത് മോശമില്ല. ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ, ശനി നമുക്ക് അത്രയും പവറിലെല്ലാം നിൽക്കണം, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലെല്ലാം നിൽക്കണമെങ്കിലാണ് നമുക്ക് ഗോചരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ശനിപ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്താണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത്. അത് എങ്ങനെ എടുക്കണം, കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം, എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പ്ലേലിസ്റ്റ് നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളതിൽ മില്ലിയൻ സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഡിലേസ് ഒക്കെ വന്നത്. സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും, ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കുക. സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. മില്ലിയൻ സക്സസ് മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും, പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കരഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും, അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇതാണ് നമ്മളെ പുതിയ ബാച്ച്, ദോളകശാസ്ത്രം തന്നെയാണ്. സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവേഴ്സ് ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. കോഴ്സിന് ഡീറ്റെയിൽസ്, ഒരു ഫ്രീ വെബിനാർ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ജൂലൈ മാസമല്ല, അപ്പം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും. സോ അതിൽ നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല, കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല. സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട്, കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ. സോ അതുകൊണ്ട്
അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം അത് ചേരാൻ ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ള അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്തത് ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ്. അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ. കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ. അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തങ്ങനെ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.